ആനപ്പുറത്തു നിന്നും ഇറങ്ങിയ പൂജാരി ഏതാനും മിനിറ്റുകൾക്ക് ശേഷം തിരികെ ആനപ്പുറത്ത് കയറുവാനായി ആനയുടെ അരികിലെത്തി. ഈ സമയത്ത് ആനപ്പാപ്പാന്റെ ശ്രദ്ധ മറ്റെവിടെയോ ആയിരുന്നു. പെട്ടെന്നായിരുന്നു ആനയെ തൊടാനായി ആനയുടെ അടുത്തെത്തിയ പൂജാരിയെ ആന തുമ്പിക്കെ കൊണ്ട് തട്ടിയിട്ട് ചരപറാന്ന് കുത്തിയത്. ആനയുടെ ചങ്ങലകിലുക്കം കിട്ട് ഞെട്ടിപ്പോയ പാപ്പാൻ ഉടനെ തന്നെ തോട്ടികൊണ്ട് ആനയെ ഉടക്കി വലിച്ച് പൂജാരി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആന വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. താഴെ വീണ പൂജാരിയെ നിരവധി തവണ കുത്തിയപ്പോൾ അതിലൊരു കുത്ത് പൂജാരിയുടെ ദേഹത്ത് തുളച്ചുകൊണ്ട് പൂജാരിയുടെ ജീവനെടുത്തു. മുനമ്പത്തെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊണ്ടുവന്ന വാളക്കയം ഗണേശൻ എന്ന ആനയാണ് ആനപ്പുറത്തു നിന്നും ഇറങ്ങിയ ശേഷം തിരികെ കയറുവാൻ വന്ന പൂജാരിയെ തട്ടിയിട്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. ഒന്നാം പാപ്പാൻ സന്തോഷ് തോട്ടികൊണ്ട് ആനയെ ഉടക്കി 10 മിനിറ്റോളം വച്ചിരുന്നുവെങ്കിലും ആന പൂജാരിയെ വിടാൻ തയ്യാറായില്ല. അയാളെ കൊല്ലണമെന്ന് കരുതിയാണ് നിരവധി കുത്തുകൾ അവൻ കുത്തിയത്. കനം കുറഞ്ഞ നീളമുള്ള കൊമ്പുകളായതിനാൽ ലക്ഷ്യം തെറ്റിയില്ല. സാധാരണ മദപ്പാടിൽ പോലും ഗണേശനെ കെട്ടിയിടേണ്ട ആവശ്യമില്ലായിരുന്നു. ഒന്നാം പാപ്പാനായ നീണ്ടൂർ സ്വദേശി സന്തോഷിന് ഗണേശന്റെ മദപ്പാട് കാലത്ത് പോലും അവനെ വിശ്വസിച്ച് ഉത്സവ പരിപാടിക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ മുനമ്പത്തെ അന്നത്തെ ഉത്സവത്തിൽ പാപ്പാന്മാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ഗണേശൻ ക്ഷേത്രപൂജാരി കൊലപ്പെടുത്തി.